ഓണം ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെന്നും അന്യമതക്കാരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതും അവരെ പോലെ വസ്ത്രം ധരിക്കുന്നതും അവരുടെ ഭക്ഷണം കഴിക്കുന്നതും ദൈവം പുറത്തു തരില്ലെന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പുറത്തുവന്ന പ്രസംഗഭാഗത്തിലുള്ളത്. പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഓണം ഒരു മതത്തിന്റെ മാത്രം ആഘോഷമാണോ അതോ മതപരമായ അതിർവരമ്പുകൾക്കപ്പുറം മലയാളികളുടെ പൊതു സാംസ്കാരിക ആഘോഷമായി മാറിയിട്ടുണ്ടോ? സ്വന്തം മതവിശ്വാസം സംരക്ഷിക്കാനുള്ള അവകാശവും മറ്റൊരു സമൂഹത്തിന്റെ ആഘോഷത്തിൽ പങ്കാളിയാകാനുള്ള വ്യക്തി സ്വാതന്ത്ര്യവും എങ്ങനെയാണ് ഒരുമിച്ച് കാണേണ്ടത്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഓണം ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷമാണെന്നും മുസ്ലിങ്ങൾ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നും ആഹ്വാനം ചെയ്തുവെന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആഷിഖ് ഖാദ്രിയുടെ പ്രസംഗം ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പുറത്തുവന്ന പ്രസംഗഭാഗത്തിൽ ഓണം ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നതായി കാണാം. അന്യമതക്കാരെ ബഹുമാനിക്കേണ്ടത് സ്വന്തം വിശ്വാസം മറന്നുകൊണ്ടാകരുതെന്നും പ്രസംഗത്തിൽ പറയുന്നു. മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതും അവരെ പോലെ വസ്ത്രം ധരിക്കുന്നതും അവരുടെ ഭക്ഷണം കഴിക്കുന്നതും മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായാണ് പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ദൈവം പുറത്തു തരില്ലെന്ന തരത്തിലുള്ള പരാമർശവും പ്രസംഗത്തിലുണ്ട്. ഇതാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പ്രസംഗഭാഗം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഓണം ഒരു മതത്തിന്റെ മാത്രം ആഘോഷമല്ലെന്നും കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് വലിയൊരു വിഭാഗം പ്രതികരിക്കുന്നത്. മലയാളികളുടെ ആഘോഷമാണ് ഓണം. മതം നോക്കാതെ ആളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ് ഓണക്കാലം. പൂക്കളമിടുന്നതും ഓണസദ്യ കഴിക്കുന്നതും ഓണക്കോടി ധരിക്കുന്നതും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെന്നും പ്രതികരണങ്ങൾ ഉയരുന്നു. മതപരമായ വിശ്വാസം ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ വിഷയമാണെന്നും എന്നാൽ മറ്റൊരു സമൂഹത്തിന്റെ സാംസ്കാരിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ മതവിശ്വാസവുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട്. ഓണത്തിന് ഹിന്ദു പാരമ്പര്യങ്ങളുമായി വിശ്വാസങ്ങളുമായി ബന്ധമുണ്ടെന്നത് ഒരു വസ്തുതയാണ്. അതേസമയം കാലക്രമേണ ഓണം കേരളത്തിന്റെ പൊതു സാംസ്കാരിക ആഘോഷമായി വളർന്നുവെന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇന്ന് കേരളത്തിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഓണം ആഘോഷിക്കുന്നുണ്ട്. സ്കൂളുകളിലെ ഓണാഘോഷങ്ങളിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പങ്കെടുക്കുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും കൂട്ടായ ഓണാഘോഷങ്ങൾ നടക്കുന്നു. കുടുംബങ്ങളിലും അയൽക്കൂട്ടങ്ങളിലും സൗഹൃദ കൂട്ടായ്മകളിലും ഓണസദ്യ നടക്കുന്നു. ഓണാഘോഷ പരിപാടികളിൽ വിവിധ മതവിശ്വാസത്തിൽപ്പെട്ടവർ ഒന്നിച്ച് പങ്കെടുക്കുന്നത് കേരളത്തിൽ സാധാരണ കാഴ്ചയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഓണം ഒരു മതത്തിന്റെ മാത്രം ആഘോഷമായി ചുരുക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ മറ്റൊരു വശവും പ്രധാനമാണ്. ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. സ്വന്തം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കാം. അത് വ്യക്തിയുടെ അവകാശമാണ്. അതുപോലെ തന്നെ മറ്റൊരു സമൂഹത്തിന്റെ സാംസ്കാരിക ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന തീരുമാനവും ഒരു വ്യക്തിക്ക് എടുക്കാം. അതിനാൽ തന്നെ വ്യക്തിപരമായ മതവിശ്വാസവും പൊതു സാംസ്കാരിക പങ്കാളിത്തവും തമ്മിലുള്ള അതിർത്തിയാണ് ഈ വിവാദത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഒരു വ്യക്തി ഓണസദ്യ കഴിക്കുന്നത് എന്തുകൊണ്ട് അയാൾ ഹിന്ദു മതവിശ്വാസം സ്വീകരിക്കുന്നു എന്ന് പറയാനാകുമോ? ഒരു വ്യക്തി ഓണക്കോടി ധരിക്കുന്നു എന്നതുകൊണ്ട് അയാൾ തന്റെ സ്വന്തം മതവിശ്വാസം ഉപേക്ഷിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഉയരുന്നത്. വ്യത്യസ്ത മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹമാണ് കേരളം. പല ആഘോഷങ്ങളിലും ഈ കൂട്ടായ്മ കാണാനാകുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുക്കുന്നു. റമദാൻ കാലത്തെ ഇഫ്താർ സംഗമങ്ങളിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുക്കാറുണ്ട്. ഓണാഘോഷങ്ങളിലും വിഷു ആഘോഷങ്ങളിലും വിവിധ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്നു. ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായാണ് പൊതുവെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് മതം മാറുന്നതുമായി ബന്ധപ്പെടുന്നത് ശരിയല്ലെന്ന വാദവും ശക്തമാണ്. ഓണം ഇന്ന് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കേരളത്തിന് പുറമെയുള്ള മലയാളികളും ഓണം ആഘോഷിക്കുന്നുണ്ട്. വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹമാണ് കേരളം. പല ആഘോഷങ്ങളിലും ഈ കൂട്ടായ്മ കാണാനാകും. ക്രിസ്മസ് ആഘോഷങ്ങളിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുക്കുന്നു. റമദാൻ കാലത്ത് ഇഫ്താർ സംഗമങ്ങളിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുക്കാറുണ്ട്. ഓണാഘോഷങ്ങളിലും വിഷു ആഘോഷങ്ങളിലും വിവിധ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്നു. ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായാണ് പൊതുവെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് മതം മാറുന്നതുമായി ബന്ധപ്പെടുന്നത് ശരിയല്ലെന്ന വാദവും ശക്തമാണ്. ഓണം ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക ഭാഗമാണ്. കേരളത്തിന് പുറമെയുള്ള മലയാളികളും ഓണം ആഘോഷിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി കൂട്ടായ്മകൾ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള മലയാളി സംഘടനകളും വലിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. വിവാദ പ്രസംഗം ഉയർത്തുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഓണം ഒരു മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണോ?
അതെ, ഓണത്തിന് മതപരവും ഐതിഹ്യപരവുമായ നിരവധി പശ്ചാത്തലങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഓണം കേരളത്തിന്റെ പൊതു സാംസ്കാരിക ആഘോഷമായി വളർന്നിട്ടുണ്ടോ? അതെ, ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഓണം വലിയ രീതിയിൽ മതപരമായ അതിർവരമ്പുകൾക്കപ്പുറം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിക്ക് തന്റെ മതപരമായ വിശ്വാസങ്ങൾ അനുസരിച്ച് ഓണാഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ മറ്റൊരാൾ ഓണം ആഘോഷിക്കുന്നു എന്നതിന്റെ പേരിൽ അയാളുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. ആഷിഖ് ഖാദിരിയുടെ പ്രസംഗ ഭാഗം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓണം എല്ലാവരുടെയും ആഘോഷമാണ്. ഓണത്തിന് ജാതിയില്ല, മതമില്ല. മലയാളികൾ ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഓണത്തിന്റെ പ്രത്യേകത എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് വ്യാപകമായി കാണുന്നത്. ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കിടാനുള്ള അവസരമാണ് ആഘോഷങ്ങളെന്നും മറ്റൊരാളുടെ ആഘോഷത്തിൽ പങ്കുചേരുന്നത് സ്വന്തം വിശ്വാസത്തെ ഉപേക്ഷിക്കാനല്ലെന്നും പറയുന്നവരുമുണ്ട്. അതേസമയം സ്വന്തം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവകാശം അംഗീകരിക്കണമെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിപരമായ വിശ്വാസവും പൊതുസമൂഹത്തിലെ സഹവർത്തിത്വവും തമ്മിലുള്ള ബാലൻസ് ആണ്. ഓരോ വ്യക്തിക്കും സ്വന്തം വിശ്വാസം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. ഒരു വ്യക്തി ഓണം ആഘോഷിക്കുന്നില്ലെങ്കിൽ അതിനെ ബഹുമാനിക്കണം. അതുപോലെ മറ്റൊരാൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയും ബഹുമാനിക്കണം. പ്രശ്നമുണ്ടാകുന്നത് ഒരു വിഭാഗത്തിന്റെ വ്യക്തിപരമായ നിലപാട് മറ്റൊരു വിഭാഗത്തിന് നിർബന്ധമാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇതാണ് ഇപ്പോഴത്തെ വിവാദമുയർത്തുന്ന പ്രധാന ചർച്ച. മതവും സംസ്കാരവും തമ്മിൽ എല്ലായ്പ്പോഴും വ്യക്തമായ ഒരു അതിർത്തി വരയ്ക്കാൻ കഴിയുമോ എന്നതും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പല ആഘോഷങ്ങൾക്കും മതപരമായ വേരുകളുണ്ട്. എന്നാൽ കാലക്രമേണ അവ സമൂഹത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാകാറുണ്ട്. കേരളത്തിലെ നിരവധി ആചാരങ്ങളും ആഘോഷങ്ങളും ഇത്തരത്തിൽ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും ഇന്നത്തെ സാമൂഹിക രൂപവും വ്യത്യസ്തമായിരിക്കാം. ഓണത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണമോ? ഒരു വ്യക്തി സ്വന്തം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനിരിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവരും അതേ നിലപാട് സ്വീകരിക്കണമെന്ന നിർബന്ധമുയർത്തുന്നത് വ്യത്യസ്തമായ വിഷയമാണ്. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ പരസ്പരം പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് പലപ്പോഴും മതപരമായ ആചാരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ സാമൂഹികവും സൗഹൃദപരവുമായ ഇടപെടലിനെയാണ് പലരും കാണുന്നത്. അതിനാൽ തന്നെ ഓണം ആഘോഷിക്കുന്നതിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ആഷിഖ് ഖാദിരിയുടെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന പ്രസംഗ ഭാഗം ഇപ്പോൾ വലിയ ചർച്ചയായി വഴിവെച്ചിരിക്കുകയാണ്. ഓണം ഒരു മതത്തിന്റെ മാത്രം ആഘോഷമായി കാണണമോ, അതോ മതപരമായ പശ്ചാത്തലങ്ങൾ നിലനിൽക്കുമ്പോഴും എല്ലാവർക്കും പങ്കുചേരാൻ കഴിയുന്ന കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമായി കാണണമോ? സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനുള്ള അവകാശവും മറ്റൊരാളുടെ ആഘോഷത്തെ ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം? ആഘോഷങ്ങളിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പരസ്പര ബഹുമാനത്തിനും സഹവർത്തിത്വത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഓണം ഒരു വ്യക്തിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായിരിക്കാം, മറ്റൊരാൾക്ക് അത് സാംസ്കാരിക ആഘോഷമായിരിക്കാം, മറ്റൊരാൾക്ക് അത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സന്തോഷ നിമിഷമായിരിക്കാം, വേറൊരാൾക്ക് അത് നാട്ടിലേക്കുള്ള മടക്കയാത്രയായിരിക്കാം, ഓർമ്മയായിരിക്കാം. അങ്ങനെ ഓരോ മലയാളിക്കും ഓണത്തിന് ഓരോ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം ആരുടേത് എന്നതിലുപരി ഓണം നമ്മളെ എങ്ങനെ ഒരുമിപ്പിക്കുന്നു എന്നതാണ് പ്രധാന ചോദ്യം. വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാകാം, വ്യത്യസ്ത ആചാരങ്ങളുണ്ടാകാം, വ്യത്യസ്ത നിലപാടുകളും ഉണ്ടാകാം. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ വിദ്വേഷത്തിലേക്ക് മാറാതെ പരസ്പര ബഹുമാനത്തോടെ നിലനിൽക്കുക എന്നതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ സൗന്ദര്യം. ഈ വിവാദത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഓണം എല്ലാവർക്കും ആഘോഷിക്കാവുന്ന കേരളത്തിന്റെ പൊതു സാംസ്കാരിക ആഘോഷമാണോ, അതോ മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അതിൽ നിന്ന് വിട്ടുനിൽക്കണമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശദമായ വിശകലനങ്ങൾക്കുമായി ഞങ്ങളോടൊപ്പം തുടരുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.